വലിയ കണ്ണൂരിക്കാരിയാണ് സൈനോറ. ഫുള്ളായിട്ടും കണ്ണൂരാ. എനിക്കിപ്പോഴും ചില ഏരിയാസിൽ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ പോകുമ്പോ ഈ പഴയ ഒരു കണ്ണൂർക്കാരി ഉള്ളിൽ ഇങ്ങനെ ഒരു നാണമുണ്ട്. ആ സാധനമൊക്കെ ഉണ്ട്. ആക്ച്വലി ഭയങ്കര ഒരു ഇൻഹിബിഷൻസ് ഉള്ള ഒരാളാണ് ബേസിക്കലി. പക്ഷെ എന്റെ ഒരു പേഴ്സോണ കൊണ്ട് അങ്ങനെ ആർക്കും അത് മനസ്സിലാവുന്നില്ല. കണ്ണൂർക്കാരുടെ പ്രത്യേകതകൾ പറയും. നമുക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ഏറ്റവും വലിയ ഫുഡ് ക്രിട്ടിക് ആയിരിക്കും. ബിക്കോസ് നമുക്ക് അവിടെ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ സീ ഫുഡ് ആണെന്നുണ്ടെങ്കിലും അതെ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന അതൊക്കെ ഉണ്ട്. കണ്ണൂരിലെ കടൽ ഡിഫറെന്റാ. അങ്ങനല്ല, അവിടെ ഇപ്പം ഉണ്ടാക്കുന്ന വ്യത്യാസമുണ്ട്. അതിപ്പം ഇപ്പം മുസ്ലിം വീടുകളിൽ പോയാലും ഹിന്ദുക്കളുടെ വീട്ടിൽ പോയാലും ഇപ്പം നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ അവിടുത്തെ അമ്മമാരുടെ ഫുഡ് കഴിക്കണം. ഇപ്പം എൻ്റെ കോളേജിലും സ്കൂളിലുള്ള അധിക ഫ്രണ്ട്സിൻ്റെ വീട്ടിലും നമ്മൾ ഭക്ഷണം കഴിക്കലുണ്ട്. അപ്പം എനിക്ക് ഹോട്ടൽസിനെക്കാട്ടിയും കൂടുതൽ അവിടുത്തെ വീടുകളിലെ ഫുഡ് ഏറ്റവും ഇഷ്ടം. പിന്നെ മുസ്ലിംസിന്റെ കല്യാണത്തിനാണെങ്കിൽ കല്യാണ തലേന്നൊരു ബീഫ് ബിരിയാണി കിട്ടും. അതും അൽസയും കൂടി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അൽസ എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് എന്തൊക്കെയാ അതിന്റെ കോമ്പിനേഷൻ എനിക്കറിയില്ല. ഗോതമ്പും ഇറച്ചിയും നെയ്യും ഒക്കെ ഇട്ടിട്ട് ഒരു ഇങ്ങനെ പായസം പോലത്തെ ഒരു സാധനം. അതിൻ്റെ അകത്ത് നെയ്യും പഞ്ചസാരൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ, ഇല്ലെങ്കിൽ വെറുതെ ചുമ്മാ മധുരം അല്ല. അതായത് ഗോതമ്പ് ഇറച്ചിയും കൂടിയിട്ടുള്ള ഒരു കഞ്ഞി പോലെ. അതാണ് കണ്ണൂർക്കാർക്ക് അറിയാം. കണ്ണൂർക്കാർക്ക് അൽസ ഭയങ്കരമായിട്ട് അറിയാം.